നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കേരളത്തിൽ വീണ്ടും LDFന് തുടർഭരണം കിട്ടുമെന്നും അതിലുള്ള വെപ്രാളമാണ് UDFൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കർഷകരും തൊഴിലാളികളും യോജിച്ച പോരാട്ടം ശക്തിപ്പെട്ടു വരികയാണ്. അതിനു മുന്നിൽ കേന്ദ്ര സർക്കാരിന് പിടിച്ചു നിൽക്കാനാവില്ലെന്നും ബിനോയ് വിശ്വം. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ ഇരിവേരിമുക്കിലെ പീടിക സ്വദേശി മുഹമ്മദ് റഫ്താസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രമുഖ സഹകാരിയും സോഷ്യലിസ്റ്റുമായിരുന്ന MC ആന്റണി മാസ്റ്റർ രണ്ടാമത് സ്മാരക അവാർഡ് കേരള ബാങ്ക് വൈസ് ചെയർമാനും തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ MK കണ്ണന് നൽകും. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വീണ്ടും LDFന് തുടർഭരണം കിട്ടുമെന്നും അതിനുള്ള വെപ്രാളമാണ് UDFൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പറവൂരിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി ഇങ്ങനെ ഭരിക്കാൻ വേണ്ടി പോകും. ആര് പറഞ്ഞു അവർ ജയിക്കുമെന്ന്? സഹാക്കളെ, നാട്ടുകാരെ, ജയിക്കാൻ പോകുന്നില്ല UDF, ജയിപ്പിക്കില്ല UDFനെ. കാരണം UDF BJPയുടെ വാലാണ്. UDF SDPയുടെയും ജമാഅത്തിന്റെയും കൂട്ടുകാരാണ്. UDF വർഗീയ പന്തിന്റെ തോഴന്മാരാണ്. ആ UDF ജയിക്കാൻ പാടില്ല, നാം ജയിപ്പിക്കില്ല. അതുകൊണ്ട് മൂന്നാം ഒഴിവും നമ്മളതായിരിക്കും LDF ഉറപ്പിച്ചു പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കേരളത്തോടുള്ള അവഗണനയും കർഷക വിരുദ്ധ നയങ്ങളും ജനജീവിതം ദുരിതപൂർണമാക്കുമ്പോൾ അതിനെതിരെ പോരാടാൻ ഇവർക്ക് നേരമില്ല. കേരളത്തിൽ നടപ്പാക്കിയ ജനപക്ഷ വികസനത്തിന് ഇനിയും ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്ന ആശങ്കയാണ് UDFലെ പുതിയ കലഹമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരും തൊഴിലാളികളും യോജിച്ച പോരാട്ടം ശക്തിപ്പെട്ടു വരികയാണ്. അതിനു മുന്നിൽ കേന്ദ്ര സർക്കാരിന് പിടിച്ചു നിൽക്കാനാവില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. യോഗത്തിൽ കമല സദാനന്ദൻ അധ്യക്ഷയായി. മന്ത്രിമാരായ K രാജൻ, P പ്രസാദ്, സംഘാടക സമിതി കൺവീനർ KM ദിനകരൻ, ഡിവിൻ K എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ കാട്ടാക്കുളം സ്വദേശി രാഹുൽ എന്നയാളിൽ നിന്നും 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി കണ്ണൂർ ഇരിവേരിമുക്കിലെ പീടിക സ്വദേശി മുഹമ്മദ് റഫ്താസിനെയാണ് കൊടുങ്ങല്ലൂർ DYSP P രാജുവിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ SHO BK അരുൺ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ടെലഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും രാഹുലിനെ ബന്ധപ്പെട്ട് ഓൺലൈൻ ജോലിയിലൂടെ വൻതുക പ്രതിഫലം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് രാഹുൽ തന്റെയും തന്റെ ഭാര്യയുടെയും HDFC ബാങ്കിന്റെ ശൃംഗപുരം ശാഖയിലെ അക്കൗണ്ടുകളിൽ നിന്നും 7 ലക്ഷത്തോളം രൂപ പ്രതികൾ പറഞ്ഞ പല അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു. പണം നിക്ഷേപിച്ച ശേഷം തട്ടിപ്പാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് രാഹുൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പല ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഈ പണം ഉപയോഗിച്ച് സ്വർണവും മറ്റും പർച്ചേസിംഗ് നടത്തിയതായും പണം ATM വഴി പിൻവലിച്ചതായും കണ്ടെത്തി. ഇതിനിടെ വിദേശത്തേക്ക് കടന്ന പ്രതിയെ ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. വൻ റാക്കറ്റാണ് സംഭവത്തിന് പിന്നിലെന്നും പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും പോലീസ് പറഞ്ഞു. ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന് കൊടിയേറി. തെക്കേടത്ത് ക്ഷേത്രത്തിൽ താമരശ്ശേരി മേക്കാട്ട് ശ്രീജിത്ത് നമ്പൂതിരിപ്പാടും വടക്കേടത്ത് ക്ഷേത്രത്തിൽ കിഴക്കിനിയടുത്ത് മേക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടും കൊടിയേറ്റി. ചുറ്റുവിളക്ക്, നിറമാല, മണ്ഡപത്തിൽ വിവിധ ദേശങ്ങളുടെ തിരുവാതിര, സംഗീത കച്ചേരി, ഇരു ക്ഷേത്രങ്ങളിലും കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു. ജനുവരി 13 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. ഈ ദിവസങ്ങളിൽ വൈകിട്ട് തിരുവാതിര, വിവിധ ക്ഷേത്രകലകൾ എന്നിവ നടക്കും. ജനുവരി 9 കാർത്തിക വിളക്ക് ആഘോഷിക്കും. 13 തിരുവാതിര ദിനത്തിൽ കൊടിയിറക്കത്തിന് ശേഷം ഇരു ക്ഷേത്രങ്ങളിലേക്കും ആറാട്ടിനെഴുന്നള്ളിപ്പ്, ആറാട്ട്, തിരുവാതിര സദ്യ, വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന എന്നിവ നടക്കും. ഐരാണിക്കുളം തന്നിൽ സ്നേഹസ്വരൂപനായി ഇടംബീരി തുമ്പിയുമായി ഗണപതിയേ ഇടഞ്ഞെന്നാലിടയ്ക്കൊക്കെ ഇടത്തോട്ടു തിരിഞ്ഞവൻ ഇരിക്കുന്ന കാണാനെന്തു രസമാണെന്നോ. ടോഡി വർക്കേഴ്സ് യൂണിയൻ മാള റേഞ്ച് സമ്മേളനം നടന്നു. ടോഡി ബോർഡ് ചെയർമാൻ UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
എന്ന നിലയിൽ ഒരു യൂണിയനായി പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ വ്യവസായത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മുടെ വ്യവസായവും തൊഴിലും സംരക്ഷിക്കുന്നതിന് വേണ്ടി യൂണിയനുകളുടെ പ്രാബല്യം ഓരോ പ്രശ്നങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകൾ രൂപീകരിക്കപ്പെടാൻ ഇടയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിച്ച് ഒരേ നിലപാടിൽ, ഒരേ മുദ്രാവാക്യത്തിൽ, ഒരേ വ്യവസായ സംരക്ഷണ നടപടികൾ നമ്മളെ അവസാനപ്പെടുത്തി യൂണിയനെ ഏകോപിപ്പിക്കുക, ഏകീകരിക്കുക എന്നതാണ് നാം അന്ന് ചെയ്തത്. CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, പ്രസിഡന്റ് CS രഘു, KV ഉണ്ണികൃഷ്ണൻ, VA അനീഷ്, KG സാംബശിവൻ, CR പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ച KC പുഷ്പൻ, MR സൂര്യ, നീന്തൽ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ യൂണിയൻ അംഗത്തിന്റെ മകൻ KS ആദിത്യൻ, സൈക്ലിംഗ് കേരള ചാമ്പ്യൻ സുദേവ് ബിജു, ഫുട്ബോൾ നാഷണൽ അമേച്ചർ ഗെയിംസ് കർണാടക സ്റ്റേറ്റ് ടീം വിന്നർ നെവൽ ബെന്നി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എറിയാട് KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ കുടുംബങ്ങളുടെ ബജറ്റ് തകർത്ത് ജീവിതം ദുസ്സഹമാക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതെന്ന് സുന്ദരൻ കുന്നത്തുള്ളി ആരോപിച്ചു. മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത്, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേരി ജോളി, എടവിലങ്ങ് പഞ്ചായത്ത് അംഗം ജോസ്മി ടൈറ്റസ്, CB ജയലക്ഷ്മി, പ്രസന്ന ശിവദാസ്, DCC അംഗം RB മുഹമ്മദ് അലി, നേതാക്കളായ PK അബ്ദുറഹ്മാൻ, സൈനുദ്ദീൻ കാട്ടകത്ത് എന്നിവർ പ്രസംഗിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആശ കമറുദ്ദീൻ, പ്രവീധ വിജുമോൻ, ലിഷ സുരേഷ്, സജീന അൻവർ, ചന്ദ്രിക അരിയത്തുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രമുഖ സഹകാരിയും സോഷ്യലിസ്റ്റുമായിരുന്ന MC ആന്റണി മാസ്റ്റർ രണ്ടാമത് സ്മാരക അവാർഡ് കേരള ബാങ്ക് വൈസ് ചെയർമാനും തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ MK കണ്ണന് നൽകുമെന്ന് അനുസ്മരണ അവാർഡ് നിർണയ കമ്മിറ്റി ഭാരവാഹികളായ CA തോമസ്, പൗലോസ് തെക്കൻ, ഡോക്ടർ CC ബാബു, CBK തോമസ്, ജോർജ് V ഐനിക്കൽ എന്നിവർ അറിയിച്ചു. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. ജനുവരി 12 വൈകിട്ട് 4 മണിക്ക് ചാലക്കുടി സ്വർണ്ണ ഭവനിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അവാർഡ് സമ്മാനിക്കും. സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് MK കണ്ണന് അവാർഡ് നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വീണ്ടും LDFന് തുടർഭരണം കിട്ടുമെന്നും അതിലുള്ള വെപ്രാളമാണ് UDFൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കർഷകരും തൊഴിലാളികളും യോജിച്ച പോരാട്ടം ശക്തിപ്പെട്ടു വരികയാണ്. അതിനു മുന്നിൽ കേന്ദ്ര സർക്കാരിന് പിടിച്ചു നിൽക്കാനാവില്ലെന്നും ബിനോയ് വിശ്വം. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ ഇരിവേരിമുക്കിലെ പീടിക സ്വദേശി മുഹമ്മദ് റഫ്താസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രമുഖ സഹകാരിയും സോഷ്യലിസ്റ്റുമായിരുന്ന MC ആന്റണി മാസ്റ്റർ രണ്ടാമത് സ്മാരക അവാർഡ് കേരള ബാങ്ക് വൈസ് ചെയർമാനും തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ MK കണ്ണന് നൽകും. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.